ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് സോയ വെച്ച് എൻ്റെ അമ്മ ഒരു സ്പെഷ്യൽ കറി ഉണ്ടാക്കാൻ പോവുകയാണ്. നമുക്ക് ഈ കുറച്ച് ആവശ്യത്തിനുള്ള സോയാബീൻസ് എടുത്ത് ഒരു പാത്രത്തിൽ ഇത്തിരി വെള്ളം തിളപ്പിക്കാൻ വയ്ക്കണം. അത് തിളയ്ക്കുമ്പോൾ ഈ സോയാബീൻസിലെടുത്ത് ഒഴിക്കണം. ഒരു പാൻ എടുത്ത് ചൂടാക്കാൻ വയ്ക്കണം. അതിൽ 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ശകല കടുവും ഇട്ട് കുറച്ച് വറ്റൽമുളകും കുറച്ച് കരിവേപ്പിലയും ഇടണം. കുറച്ച് കടുവെല്ലാം ഇട്ട് പൊട്ടിയതിന് ശേഷം വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ചിടണം. പിന്നെ അതിൽ സവാള ഇട്ട് നല്ലവണ്ണം വഴറ്റി ബ്രൗൺ കളർ ആവുന്നവരെ വഴറ്റി എടുക്കണം. പിന്നെ അതിൽ പച്ചമുളകും തക്കാളി ഇടുന്നത് നമ്മൾ ഇടാൻ മറന്നുപോയതാണ്, അതിലിടണം. നല്ലവണ്ണം വഴറ്റി ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി 2-3 സ്പൂണ് മുളക് പൊടി ഇടണം. അത് നിങ്ങളുടെ ആവശ്യത്തിന് ഇടാം, നല്ല എരിവ് നോക്കി ഇട്ടാൽ മതി. ഇനി 2 സ്പൂൺ മല്ലിപ്പൊടി, ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നല്ലവണ്ണം വഴറ്റണം. ഇനി ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ വയ്ക്കണം. ഇനി ആ മസാലയിലോട്ട് നമ്മൾ കുതിരാൻ വെച്ച സോയാബീൻസ് എടുത്തിടണം. ഇനി നല്ലവണ്ണം മിക്സ് ചെയ്യണം. നമ്മൾ നേരത്തെ ചൂടാക്കാൻ വെച്ച വെള്ളം എടുത്ത് ഇതിലൊഴിക്കണം. ഇനി നല്ലവണ്ണം മിക്സ് ചെയ്യണം. നിങ്ങൾക്ക് ഉപ്പ് വേണമെങ്കിൽ കുറച്ചും കൂടെ ഇടാം. പിന്നെ അതിൽ പച്ചമുളകും തക്കാളി ഇടുന്നത് നമ്മൾ ഇടാൻ മറന്നുപോയതാണ്, അതിലിടണം. ഞാൻ കുറച്ചും കൂടി ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ഇടണം. ഇനി അതിന് കുറേ നേരം അടച്ചു വെച്ച് വേവിക്കണം. ഇനി അതിന് കുറച്ചും കൂടി രുചി കൂട്ടണമെങ്കിൽ അതിൽ കുറച്ച് ചിക്കൻ മസാലയും കൂടെ ഇടാം. അങ്ങനെ നമ്മുടെ സോയാബീൻസ് കറി റെഡി. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, കൂട്ടുകാർക്കും കൂടെ ഷെയർ ചെയ്യണേ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു ദിവസം നേരുന്നു.